നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ നന്ദികേശ ദർശനത്തിനും ആയിരങ്ങളെത്തി. ക്ഷേത്രത്തിന്റെ കടാക്ഷം പദ്ധതിയിലെ ചികിത്സാ സഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവ പിറ്റേന്നും നന്ദികേശ ദർശനത്തിനായി ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. ശിവരാത്രി ദിവസം 16 കരകളിൽ നിന്നും കെട്ടിയൊരുക്കി കൊണ്ടുവന്ന വർണ്ണാഭമായ കൂറ്റൻ ജോഡിക്കാളകളെ ഒരു ദിവസം കൂടി ക്ഷേത്രാങ്കണത്തിൽ അണിനിരത്തുകയായിരുന്നു. ശിവരാത്രി ദിവസം കെട്ടുകാഴ്ച കാണാൻ കഴിയാതിരുന്നവർക്ക് നന്ദികേശ ദർശനം അനുഗ്രഹമായി. ക്ഷേത്രത്തിന് മുന്നിൽ 2 വശങ്ങളിലായിട്ടാണ് കെട്ടുകാഴ്ചകൾ അണിനിരുന്നത്. വൈകിട്ട് നടന്ന ചടങ്ങിൽ കരകൾക്കുള്ള ഗ്രാന്റ് വിതരണവും കടാക്ഷം പദ്ധതിയിൽ ചികിത്സാ സഹായ വിതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശിവരാത്രിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച നിർമ്മാണങ്ങൾ വർഷങ്ങളോടും പഴക്കമുള്ളതും പാരമ്പര്യമുള്ളതുമാണ് എന്നതാണ്. ഓണാട്ടുകരയിലെ പല ഭാഗങ്ങളിലെയും ക്ഷേത്രങ്ങളിലെ കെട്ടുകാഴ്ചകൾക്ക് അതിൻ്റെതായിട്ടുള്ള ചരിത്രമുണ്ട് എന്നതാണ്. കൊല്ലം ജില്ലയിലെ കെട്ടുകാഴ്ചകൾ നന്ദികേശന്റെ നിർമ്മാണം നടക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷനായിരുന്നു. പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ ചാക്കോ, ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കെ രമേശ്, ട്രഷറർ അഡ്വക്കേറ്റ് എസ് ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കുറുപ്പ്, ഉത്സവ കമ്മിറ്റി കൺവീനർ സുരേഷ് പാറപ്പുറം, കൺവീനർമാരായ എസ് വിഷ്ണു, എം അശോകൻ, എ അജികുമാർ, ബി കെ മധുസൂദനക്കുറുപ്പ്, കെ മോഹൻകുമാർ, സി അനീഷ് മുതുകാട്ടുകര എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.